ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു യാത്രയിലാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ടേക്കാണ് യാത്ര. പല ഭാഗങ്ങളിലും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പോകുന്ന സമയത്ത് മഴയൊന്നുമില്ല, എന്നാലും നല്ല മൂടലും മഴക്കാറൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത്, ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ കൊല്ലങ്കോടിൻ്റെ കാഴ്ചകൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പോയി കാണാം. അതാണ് ഇന്നത്തെ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാത്ര തുടങ്ങിയത് നമ്മൾ ആറങ്ങോട്ടുകര തിരുമ്പറ്റിക്കോട് നിന്നാണ്. തിരുമ്പറ്റിക്കോട് ദുബായ്പടി ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് പാടശേഖരങ്ങളാണ്. അതിന് നടുവിലൂടെയുള്ള റോഡിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാടം, തോട്, പുഴകളൊക്കെ എല്ലാം ഒന്നായിട്ട് നിൽക്കുന്നൊരു സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പാലക്കാട് ജില്ലയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് എത്തിയിട്ടുള്ളത്. പാലക്കാട് ആറങ്ങോട്ടുകര കഴിഞ്ഞിട്ട് ഇപ്പോൾ തലശ്ശേരിയിലാണുള്ളത്. തലശ്ശേരിയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുള്ളൂർക്കര വഴിയാണ് ഇനി പോകാൻ പോകുന്നത്. ഈ വഴി എന്തിനാ എടുത്തതെന്ന് വെച്ചാൽ, ഈ വഴി പോകുമ്പോൾ നമുക്ക് 1-2 സ്ഥലങ്ങൾ കയറാനുണ്ട്. മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നൽകുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ റൂട്ടിന് പോയി കഴിഞ്ഞാൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ വേറെയും കുറച്ച് പ്രശ്നമുണ്ട്. അവിടെ റോഡ് വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് അതും ബുദ്ധിമുട്ടാണ്. കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഈ കൊല്ലങ്കോട് അതുപോലെ പൊള്ളാച്ചി ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ റൂട്ടാണ് തിരഞ്ഞെടുക്കാറ്. തലശ്ശേരി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ചെറിയൊരു സെൻറ്റർ കിട്ടും. വരവൂര് വളവ് ജംഗ്ഷൻ. ഇവിടെ നിന്ന് ചിറ്റണ്ട അതുപോലെ മുള്ളൂർക്കര എന്നീ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള റോഡുകളാണ്. ഈ ചെറിയ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് മുള്ളൂർക്കരയ്ക്കാണ് പോകുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ള റോഡാണ്. അതാണ് ഈ വഴി തിരഞ്ഞെടുക്കാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം. നമ്മൾ കിലോമീറ്റർ ലേശം കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല, നല്ല യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡാണ്. വീതി അത്യാവശ്യം വീതിയുണ്ട്, നല്ല റോഡാണ്. മുള്ളൂർക്കര എത്തുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്. ആ റോഡ് വഴി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയുള്ളൊരു സ്ഥലത്തേക്ക് കൂടെയാണ് ആ റോഡ് പോകുന്നത്. ഇരുവശങ്ങളിലും പാടശേഖരങ്ങളും തോടും അതുപോലെ ചെറിയ പാലമൊക്കെ കാണാം. 2 സൈഡിലായിട്ടും പാടാണ്. വെള്ളമൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണിപ്പോൾ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഏത് നിമിഷവും മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും മഴ നമ്മൾ കാത്തിരിക്കുകയാണ്. മഴയത്തുള്ള വീഡിയോ ഒക്കെ എടുക്കണം. ഈ വഴി നേരെ ചെല്ലുന്നത് മെയിൻ റോഡിലേക്കാണ് എത്തിപ്പെടുക. നമ്മൾ വടക്കാഞ്ചേരി ഷൊർണൂർ റോഡിലേക്കാണ് ഈ വഴി എത്തിച്ചേരുക. ചെറിയൊരു ഉള്ളേരിയാണ്. അധികം വീടുകളില്ല എന്ന് തന്നെ പറയാം, വളരെ കുറവാണ്. ഈ വഴി നേരെ എത്തിച്ചേരുന്നത് അകമലയിലേക്കാണ്. വടക്കാഞ്ചേരി അകമലയിലേക്കാണ് ഈ വഴി നേരെ ചെന്ന് കയറുന്നത്. ചെറിയൊരു ഫോറസ്റ്റിൻ്റെ അരികിലൂടെയാണ് ഈ വഴി പോകുന്നത്. ചെറിയ കുന്നുകളൊക്കെ കാണാം. നല്ല തേയിലത്തോട്ടം നിൽക്കുന്നത് പോലത്തെ കുന്നുകളൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നല്ല കാണാൻ രസമുള്ളൊരു കുന്നാണ്. നല്ല തേയിലത്തോട്ടം നിൽക്കുന്നത് പോലെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഈ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് നമ്മൾ പോകുന്നത്. നല്ല മഴയുള്ള സമയത്ത് ഇവിടെയൊക്കെ നല്ല കോട ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ വഴി വന്നത്. എന്തായാലും മഴ പെയ്തിട്ടില്ല. ഏത് നിമിഷവും മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇരുവശങ്ങളിലും നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് ഈ വഴി പോകുമ്പോൾ കിട്ടുന്നത്. 58 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കൊല്ലങ്കോട്ടേക്ക് എത്താൻ.
ഏതായാലും നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെയാണ് നമ്മൾ കൊല്ലങ്കോട് എത്തുന്നത്. ദൂരെ കാണുന്നതാണ് അകമല. മഴ ചെറുതായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോവാം. കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നിർത്താം, എന്നിട്ട് ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുക്കാം. നമ്മൾ വടക്കാഞ്ചേരി റോഡിലേക്ക് തിരിഞ്ഞ് ഊത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ നേരെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ആല്. മുൻപിൽ കാണുന്നതാണ് ക്ഷേത്രം. എല്ലാവരും കണ്ടിട്ടുള്ളൊരു ഫ്രെയിമാവും, സ്ഥിരമായിട്ട് കാണുന്നൊരു സ്ഥലമാകും. എന്തായാലും നമ്മൾ പോകുന്ന റൂട്ടിലായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചത്. മഴക്കാലത്തുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. പാടങ്ങളൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതും പുറകിൽ അകമലയിൽ നിന്ന് കോടമഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അകമല കുന്നിലെ കോടമഞ്ഞും അതുപോലെ ആൽത്തറയും ഊത്രാളി പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്നും നേരെ വന്നത് വാഴാലിപ്പാടത്തേക്കാണ്. വാഴാലിപ്പാടത്തേക്ക് പോകുന്ന റൂട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു വശത്തായിട്ട് കനാലാണ്, ഒരു വശത്ത് പാടാണ്. അപ്പോൾ ആ പാടത്തേക്കാണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങാൻ പോണത്, വാഴാലിപ്പാടം. എല്ലാവർക്കും റീൽസിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരിചിതമായിട്ടുള്ള വാഴാലിക്കാവ് ക്ഷേത്രം, അത് സ്ഥിതി ചെയ്യുന്ന വാഴാലിപ്പാടം. അതിന് തൊട്ടടുത്തായിട്ട് ഭാരതപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു സമയം കൂടെയാണ് ഇപ്പോൾ. ഇവിടെ നിന്നും ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ വാഴാലിപ്പാടത്തേക്കുള്ള വഴിയാണ്. സൈഡിലായിട്ടൊരു ഗ്രൗണ്ട് കാണാം. വെള്ളമൊക്കെ നിറഞ്ഞ് കളിയൊക്കെ മുടക്കി കിടക്കണം. സൈഡിലായിട്ടൊരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെ സൈഡിൽ കൂടെയാണ് അങ്ങോട്ടുള്ള വഴി പോണത്. മഴ ഇപ്പോൾ പെയ്ത് തോർന്നേ ഉള്ളൂ. ഗംഭീര മഴയാണ് ഇപ്പോൾ പെയ്തത്. അത് കാരണം ക്യാമറ ഓണാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വാഴാലിപ്പാടത്തേക്ക് പോകുന്ന ഒരു ചെറിയ വഴിയാണിത്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡിൽ വീടും ഒരു സൈഡിൽ തൊടികളാണ്. അവിടെയൊക്കെ മുള്ളുവേലികളും അതുപോലെ കഴുങ്ങിൻ്റെ പുളികളൊക്കെ വെച്ചിട്ടാണ് വേലി കെട്ടിയിട്ടുള്ളത്. ഇപ്പോഴും ഒരു പഴമ നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ്. നമ്മൾ നേരെ പാടത്തേക്ക് ഇറങ്ങണം. രണ്ട് സൈഡിലും പാടാണ്. ആ പാടത്തിൻ്റെ നടുവിലൂടെയുള്ള ആ ചെറിയ റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് ഇതൊരു വരമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ചെറിയ നടവരമ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് റോഡാക്കി മാറ്റിയിട്ടുള്ളത്. ഒരുപാട് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ആളുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഏറെക്കുറെയുള്ള വിഷ്വൽസ്. മഴ പെയ്തതിന് ശേഷമുള്ള വിഷ്വൽസാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതാണ് വാഴാലിക്കാവിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകൾ. ഈ കാലാവസ്ഥയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാടും പുഴയെല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. പച്ച പുല്ലുകളൊക്കെ ഇങ്ങനെ തളിർത്ത് വരുന്നുണ്ട്. ഇതാണ് മഴ പെയ്തതിന് ശേഷമുള്ള വാഴാലിപ്പാടത്തിൻ്റെ കാഴ്ചകൾ. നല്ല പച്ചപ്പും അതുപോലെ വെള്ളമൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. അതുപോലെ ഭാരതപ്പുഴയിലും നല്ല രീതിയിൽ വെള്ളമുണ്ട്. നമ്മളിനി ഇവിടെ നിന്നും നേരെ കൊല്ലങ്കോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. അത്യാവശ്യം ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടെയാണ്.
വാഴാലിപ്പാടത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ കൊല്ലങ്കോടേക്കാണ് എത്തിയിട്ടുള്ളത്. കൊല്ലങ്കോട് താമരപ്പാടത്തേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. വരുന്ന വഴിയിലൊക്കെ നല്ല രീതിയിൽ മഴയായിരുന്നു. പല സ്ഥലങ്ങളിലും നിർത്തിയിട്ടാണ് നമ്മൾ വന്നത്. അത്രയും മഴയായിരുന്നു. മഴയ്ക്ക് പുറമെ നല്ല രീതിയിൽ കാറ്റും ഉണ്ടായിരുന്നു. മഴ പെയ്യാൻ വേണ്ടി കാത്തുനിന്ന് നമുക്ക് ഇങ്ങനെ കാറ്റൊരു പണി തരുമെന്ന് വിചാരിച്ചില്ല. വരുന്ന വഴിയിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പിന്നീട് ഒരിക്കലാവാം. നമ്മളങ്ങനെ താമരപ്പാടത്തേക്ക് ഏകദേശം എത്തി തുടങ്ങി. അവിടുന്ന് കുറച്ച് ചേച്ചിമാരും പിള്ളേരൊക്കെ നടന്നു വരുന്നത് കാണാം. ഒരു ബസ് പുറകിൽ കിടപ്പുണ്ടായിരുന്നു. അവർ വന്ന ബസ്സാവാനാണ് സാധ്യത. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് അവർ പുറകിലായിട്ടാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അവിടുന്ന് കൊണ്ട് നടന്നാണ് ആളുകൾ വരുന്നത്. റോഡരികിലുള്ള ഒരു ഷെഡിന് പുറകുവശത്തു കൂടെയുള്ള ഒരു വരമ്പിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രാക്ടർ വയലിലൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ കൊക്കുകളൊക്കെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ വരമ്പിലൂടെ നടന്നു പോകുന്നതൊക്കെ കാണാം. പുറകിലായി നെല്ലിയാമ്പതി മലനിരകളുടെ കാഴ്ചകളൊക്കെ കാണാം. നല്ല രീതിയിൽ കോട ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ കോട കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഈ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ. പിന്നെ കൊല്ലങ്കോടിൻ്റെ താമരപ്പാടത്തിൻ്റെ ആ ഐക്കോണിക് വീട്, വയലും വീടും എന്ന് പറയുന്നതിനോട് 100% യോജിക്കുന്ന ഒരു ഫ്രെയിം. ഇനി ആ നെല്ലൊക്കെ ഒന്ന് വളർന്നു കഴിഞ്ഞാൽ മറ്റൊരു ഭംഗിയാകും ഈ വീടിന്. പുറകിലായിട്ട് നെല്ലിയാമ്പതി മലനിരകളിലൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മഴയും കോടയുമൊക്കെ കൊണ്ട് ആകെ വിസിബിലിറ്റി കുറവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. കുടയൊക്കെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ് ഫ്രെയിമിൽ. ഒരാഴ്ച മുൻപ് വരെ ഇവിടെ ഡ്രൈ ആയി കിടക്കുകയായിരുന്നു. അന്നേരം ഇവിടെ എത്തുന്ന സന്ദർശകരൊക്കെ നിരാശരായിട്ടാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെയിലും ചൂടും ഉണ്ടായിരുന്നു. കുടയൊക്കെ ചൂടിയിട്ടാണ് ഇതിലൂടെ നടന്നിരുന്നത്. ഇപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് നല്ല രീതിയിൽ മഴയാണ് എല്ലായിടത്തും. മിക്ക സ്ഥലങ്ങളിലും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇത്തരം മഴയൊക്കെ പെയ്യുമ്പോഴാണ് ഇവിടങ്ങളിലൊക്കെ ഭംഗി കൂടുന്നത്. ഇപ്പോൾ നെല്ലിയാമ്പതി മലനിരകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലെയറായിട്ടാണ് വെള്ളച്ചാട്ടങ്ങളൊക്കെ. ഇതൊക്കെ ഇത്തരം മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിലാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. നടാൻ വേണ്ടിയിട്ടുള്ള ഞാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ, താമരപ്പാടം വന്നു കഴിഞ്ഞാൽ കാണുന്ന കുറച്ച് വീടുകളുണ്ട്. സ്ഥിരമായിട്ട് റീൽസിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പാലക്കാടിൻ്റെ പരമ്പരാഗതമായ ശൈലിയിലുള്ള ആ വീടുകൾ, അത്തരം കുറച്ച് വീടുകൾ ഈ സൈഡിലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവർക്ക് അറിയാം, അത് കാണാറുണ്ട്. ആ വീടുകളുടെ കാഴ്ചകളാണിത്. അതിന് മുൻപിലായിട്ട് കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. പുറത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ആള് വീടിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. പിന്നെ സഞ്ചാരികളും സന്ദർശകരൊക്കെ വളരെ കുറവുള്ളൊരു സമയം കൂടെയാണ്. പിന്നെ ഇതിലൂടെ വേറൊരു വഴി പോകുന്നത് കാണാം. അതിനോട് ഈ സൈഡിലായിട്ടൊരു ഷെഡ് കാണാം. ഇതിലും കുറച്ച് കച്ചവട സാധനങ്ങളൊക്കെ വെച്ച് 2 പിള്ളേരൊക്കെ ഇരിക്കുന്ന ഒരു വീഡിയോസും നമ്മളിവിടെ വന്നപ്പോൾ നേരിട്ട് കാണുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ വയലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഞാറ് നട്ടിട്ടുണ്ട്. ഇത് മെഷീന് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഞാറ് നടുന്നത്. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ. കാറ്റിന് ഒരു കുറവും വന്നിട്ടില്ല. മഴ ഇടയ്ക്ക് കുറയും, ഇടയ്ക്ക് കൂടും. പക്ഷെ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കുട ചൂടി വീഡിയോ എടുക്കുന്ന പരിപാടി നിർത്തേണ്ടി വരും. കുട പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ക്യാമറ നനയും, പിന്നെ വീഡിയോ എടുക്കുന്നത് നിന്നു പോകും. അതാണ് ഏറ്റവും വലിയ. കൊല്ലങ്കോട് വരുമ്പോഴൊക്കെ ഇതുപോലെയുള്ള ട്രാക്ടറുകൾ കാണാറുണ്ട്. ഇതിൻ്റെ പുറകിൽ തൊഴിലാളികളെയും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ കാണാറുള്ളത്. പിന്നെ ഈ കാണുന്ന വയലിലൊക്കെ ഞാറ് നട്ട് കഴിഞ്ഞതാണ്. മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഞാറ് നടുന്നത്. ഇതാണ് ഞാറ് നടുന്ന മെഷീൻ. ഒറ്റ ട്രിപ്പിൽ 6 ലെയറായിട്ടാണ് ഞാറ് നട്ടു പോകുന്നത്. എത്രയോ തൊഴിലാളികൾ ദിവസങ്ങളോളം പണിയെടുത്തിട്ടാവും ഇതുപോലെയുള്ള വയലുകളൊക്കെ, ഏക്കർ കണക്കിന് വരുന്ന വയലുകളൊക്കെ ഞാറ് നട്ടു പോന്നിരുന്നത്. അതൊക്കെ മാറി ഇപ്പോൾ ഒരാളാണ് ഒരു മെഷീൻ കൊണ്ട് ഇത്രയും ഏരിയയൊക്കെ ഞാറ് നട്ടുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ കർഷകർ വല്ലാതെ ബുദ്ധിമുട്ടിലാണ്. ഇതുപോലെ നടാൻ വേണ്ടി ഉണ്ടാക്കിയ ഞാറെല്ലാം വയലിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് എല്ലാം വെള്ളത്തിനടിയിലാണ്.
അതുകൊണ്ട് തന്നെ അത് നടാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ കാണാൻ സാധിച്ചത് അതാണ്. എല്ലാ വയലുകളിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാറെല്ലാം വെള്ളത്തിനടി. ഇനി വീണ്ടും വിത്ത് വിതച്ച് ഞാറായിട്ട് വേണം ഇതുപോലെ നടാൻ. ഇപ്പോൾ കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട്. ഇപ്പോൾ നെല്ലിയാമ്പതി മലനിരകളിലെ കാഴ്ചകളൊക്കെ കാണാം. ലെയറായിട്ടുള്ള വാട്ടർഫാളൊക്കെ കാണാൻ സാധിക്കും. ഞാറ് നടീലൊക്കെ കഴിഞ്ഞ് ഇനി നെല്ലൊക്കെ വലുതായി വരുന്ന സമയങ്ങളിൽ വേറൊരു ഭംഗിയാകും കൊല്ലങ്കോടിൻ്റെ. അങ്ങനെ ഓരോ സമയങ്ങളിലും ഓരോ ഭംഗിയാണ് ഈ കൊല്ലങ്കോട് താമരപ്പാടത്ത് ഉള്ളത്. ഞാറ് നട്ടുകൊണ്ടിരിക്കുന്ന വയലിൻ്റെ ആ വരമ്പിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലതുവശത്ത് കാണുന്ന വയലിലൊന്നും ഞാറ് നടയിൽ എത്തിയിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞ ഉടനെ ഇതിലേക്ക് മാറുമായിരിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ ഞാറ് നടുന്ന സമയത്ത് പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു പണിക്കാർ. നമ്മൾ സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ പാടവരമ്പിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി അത്തരം പാട്ടുകളൊന്നും കേൾക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ പാട്ട് കേൾക്കുന്നത് കൊയ്ത്തിൻ്റെ സമയത്താണ്. അവരുടെ ആ വണ്ടിയിൽ വെച്ച തമിഴ് പാട്ടൊക്കെ കേൾക്കാറ്. താമരപ്പാടത്തു നിന്നും നമ്മൾ തൽക്കാലം മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. കൊല്ലങ്കോട്ടെ മറ്റൊരു ഗ്രാമീണ മുഖം. ആ പോസ്റ്റ് ബോക്സും കരിമ്പന ഓല കൊണ്ട് മേഞ്ഞ ചായക്കടയും മുള്ളുവേലിയൊക്കെയുള്ള ഈ പരിസര പ്രദേശമൊക്കെ കാണുമ്പോൾ ഒത്തിരി വർഷം പുറകിലേക്ക് പോയ പോലെയാണ്. കൊല്ലങ്കോടും താമരപ്പാടത്തും വരുന്നവരാരും ഇവിടെ കയറാതെ പോകാറില്ല. വന്നൊരു ചായയെങ്കിലും കുടിക്കാതെ ആരും തന്നെ പോകാറില്ല. ഒത്തിരി ആളുകൾ ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ടൊക്കെ ഇവിടെ വരാറുണ്ട്. ഇതുവഴിയാണ് പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്കും അതുപോലെ തന്നെ പ്രകൃതി ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്ന വഴി. താമരപ്പാടത്തുനിന്ന് കയറിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് മഴ. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു ചായ കുടിച്ചിട്ടാവാം ഇനി മുന്നോട്ടുള്ള യാത്ര എന്ന് വെച്ചു. അപ്പോൾ ചായക്കടയിൽ നല്ല തിരക്കാണ്. ഏതായാലും പുറത്തു തന്നെ സ്ഥലം. കനത്ത മഴയെ അവഗണിച്ചും സന്ദർശകരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും മഴ പെയ്യാൻ കാത്തിരിക്കുകയാണെന്നാണ് ഇവിടേക്കുള്ള സന്ദർശകരെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഓരോ കാലാവസ്ഥയിലുമുള്ള കൊല്ലങ്കോടിൻ്റെയും പരിസര ഗ്രാമങ്ങളിലെയും കാഴ്ചകളൊക്കെ കാണാൻ ആളുകൾ കാത്തിരിക്കുകയായിരുന്നെന്നാണ് ഇവിടേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പാടശേഖരങ്ങളിൽ മാത്രമല്ല, ഇതുപോലെയുള്ള നാട്ടിൻപുറങ്ങളിലും മഴ പെയ്തു കഴിഞ്ഞാൽ കാഴ്ചകൾക്കൊക്കെ നല്ല ഭംഗിയാണ്. നമ്മളിനി പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്കുള്ള വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലങ്കോട്ട് നിന്നും താമരപ്പാടത്തേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ മോശം റോഡാണ്. ഒത്തിരി ഗട്ടറുകളാണ് ഈ വഴിയിലുടനീളം കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മഴ പെയ്തതോടുകൂടി വെള്ളം കെട്ടി നിൽക്കുന്ന ിലൊക്കെ കുഴിയുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും ഭാഗങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്തു വരുന്നത്. ഒരു വീൽ ബേസ് കുറഞ്ഞ വാഹനം കൊണ്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പെരിങ്ങോട്ടുശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് തന്നെ നമുക്ക് നെല്ലിയാമ്പതി മലനിരകളുടെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ നേരെ പെരിങ്ങോട്ടുശ്ശേരി കളത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ആ പാറമുകളിലുള്ള ആ കളത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറകിൽ നല്ല കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. മലനിരകളിൽ നിന്നും കോടമഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ് ഈ വീടിന് പുറകിലായിട്ട് കാണുന്നത്. കൃഷി ആവശ്യങ്ങൾക്കായിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലൊക്കെ സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കളങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അതും ഇത്തരം പാറമുകളിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ പാടത്തു നിന്നും കൊയ്ത്ത് കഴിഞ്ഞ് നേരെ ഇവിടെ കൊണ്ടുവന്ന് മെതിക്കാറാണ് പതിവ്. ആദ്യകാലങ്ങളിലൊക്കെ ചെയ്തു പോന്നിരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ പെരിങ്ങോട്ടുശ്ശേരി പാടശേഖരത്തിലേക്ക് ഈ വരമ്പിലൂടെ അല്പദൂരം മുന്നോട്ട് നടന്നു. ദൂരെ കാണാം നെല്ലിയാമ്പതി മലനിരകളുടെ കാഴ്ചകളൊക്കെ. കുറച്ചുകൂടെ അടുത്തായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. മലമുകളിൽ നിന്നും കോടമഞ്ഞിറങ്ങിയ കാഴ്ചകളൊക്കെ ഇവിടെ നിന്നാൽ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ പെരിങ്ങോട്ടുശ്ശേരി പാടശേഖരങ്ങളും താമരപ്പാടത്തിൻ്റെ സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. കൊല്ലങ്കോട് പൊള്ളാച്ചി റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഏത് സമയവും കനത്ത മഴ പെയ്യാം. റോഡെല്ലാം നനഞ്ഞു കിടക്കുകയാണ്. ഈ റൂട്ടിലാണ് കുടിലിടം എന്നൊരു ചെറിയ പാർക്ക് പോലെ പാടശേഖരം സെറ്റ് ചെയ്തിട്ടുള്ളത്. സന്ദർശകർക്ക് വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഏതായാലും ഇവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സമയം ഏകദേശം 5:30 അടുക്കാറായി. ഇനി ലൈറ്റ് കുറവായിരിക്കും. പുറത്ത് വാഹനങ്ങളൊക്കെ കുറവാണ്. അകത്ത് എത്രത്തോളം ആളുകളുണ്ടെന്ന് അകത്ത് കയറി നോക്കാം. സന്ദർശകർ തീരെ കുറവാണ്. അതിന് കാരണം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. പിന്നെ പാടവരമ്പിലൂടെയൊക്കെ നടക്കാനുള്ള ബുദ്ധിമുട്ടും. കൊല്ലങ്കോട്ടെ താമരപ്പാടം പോലെയല്ല, ഇവിടെ പാടവരമ്പെല്ലാം പൊട്ടിക്കിടക്കുകയാണ്. അതിലൂടെ നടന്നു പോകാനും അല്പം പ്രയാസമാണ്. ആകെ 2 ഫാമിലി മാത്രമാണ് ഇപ്പോൾ ഈ സമയമുള്ളത്. വയലുകളിലെല്ലാം നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി വന്നു കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ചെറിയൊരു താമരക്കുളവും അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസുകളൊക്കെ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 20 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഈ പാടശേഖരങ്ങളിലൂടെ നടന്നും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടും ഫോട്ടോ എടുത്തും ആസ്വദിച്ചും എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ചെലവഴിക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ കർഷകർ ഒരു വയലിൽ നിന്നും അടുത്ത വയലിലേക്ക് വെള്ളം ഒഴുക്കി വിടാൻ വേണ്ടി ഇത്തരം യന്ത്രങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് കാലുപയോഗിച്ചിട്ടാണ് ചവിട്ടേണ്ടത്. ഇത് ഇതുപോലെ ചവിട്ടുന്നതിനനുസരിച്ച് വെള്ളം അടുത്ത വയലിലേക്ക് ഒഴുകിപ്പോകും. അതാണ് ഇതിൻ്റെ സിസ്റ്റം. പിന്നെ ഇവിടെ കാളവണ്ടിയുടെ മാതൃകകളും അതുപോലെയുള്ള കുറച്ച് ആക്ടിവിറ്റീസുകളൊക്കെ കാണാം. പിന്നെ ഒത്തിരി റീലുകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വാതിലിന് ഉള്ളിൽ കൂടെ കാണുന്ന കാഴ്ചകൾ ഇതാണ്. ഇതുപോലെയുള്ള ഡോറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആളുകൾക്ക് ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ട്. വയലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ വയലിന് സമീപത്തുകൂടെ ഒരു ചെറിയ ചാല് ഒഴുകിയിരുന്നു. അതിപ്പോൾ വെള്ളം വർദ്ധിച്ച് വലിയൊരു തോടായി മാറിയിരിക്കുകയാണ്. ഈ തോട് മറികടന്ന് വേണം ഇനി നമുക്ക് ആ വള്ളമൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നാലും നമുക്ക് നെല്ലിയാമ്പതി മലനിരകളുടെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ നെൽക്കതിരൊന്നും വലിക്കരുത് എന്നുള്ള ബോർഡൊക്കെ അഡ്വാൻസ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഏതായാലും ഞാറൊക്കെ നട്ടതിന് ശേഷം ഒരു തവണ കൂടി ഇവിടെ വരണം. ഇതുപോലെ മഴ നിൽക്കാതെ പെയ്യുകയാണെങ്കിൽ നമുക്ക് വള്ളമൊക്കെ എടുത്ത് വയലിലൂടെ പോകേണ്ട അവസ്ഥ വരും. ഹലോ സുഹൃത്തുക്കളെ, റൂട്ട് മാസ്റ്റർ ടുഡേ എന്ന ഈ ചാനലിലൂടെ ഇതുവരെ നമ്മൾ ഉത്സവങ്ങളുടെ വീഡിയോയാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇനി മുതൽ നമ്മൾ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൂടെയുള്ള ട്രാവൽ വീഡിയോസാണ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇതൊരു ട്രയൽ വീഡിയോ മാത്രമായിരുന്നു. ഇതിൽ ഒത്തിരി മിസ്റ്റേക്കുകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും അടുത്ത വീഡിയോകളിൽ അതെല്ലാം പരിഹരിച്ച് നല്ല രീതിയിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മൾ കൂടുതലും കേരള, തമിഴ്നാട് ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്രകളാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും റൂട്ട് മാസ്റ്റർ ടുഡേ എന്ന ഈ ചാനലിൻ്റെ നന്ദി അറിയിക്കുന്നു.